എന്നെ വളരെയധികം രീതിയിൽ ഷോക്ക് ചെയ്തൊരു വണ്ടി. ടാറ്റയ്ക്ക് പണി കിട്ടാൻ പോകുന്ന എവിടാന്ന് പറഞ്ഞു ഫുള്ള് തൊട്ടെ ആ ഇൻസ്റ്റന്റ് ടോർക്ക് അറിയാം പൈക്ക് തൊട്ടെ ഫുള്ള് പെടൽ കൊടുത്ത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പപ്പടത്തിനും ഇവന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. 468 കിലോമീറ്ററാണ് ARI നമ്മുടെ പഞ്ചീവിക്ക് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ ടാറ്റ കുറച്ചുകൂടെ നമ്മുടെ ഒരു റിയൽ വേൾഡ് സിനാരിയിൽ പറയുന്നത് ഏകദേശം 350 കിലോമീറ്റർ കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ C75 എന്ന് പറഞ്ഞൊരു റേഞ്ച് നോർമൽ സിനാരിയിൽ അവർ ഇത്രയും കോടിക്കണക്കിന് ഇവരുടെ EVകൾ ഓടിയതിൽ നിന്ന് വെച്ച് അനലൈസ് ചെയ്തെടുത്തിട്ടുള്ള റേഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഞ്ചീവിയുടെ മീഡിയ ഡ്രൈവിന് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതാണ്ട് നമ്മുടെ കേരളത്തിലല്ലാത്ത നമ്മുടെ പാലായിലാണ് ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു എന്നതിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചിൻ്റെ നാഷണൽ ലെവൽ മീഡിയ ഡ്രൈവ് നടക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടാണ്. പഞ്ചീവിയുടെ മാരിയറ്റിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്ത് നമ്മുടെ പാലായിക്ക് വന്നു. പാലായി വരെ വരുന്ന വഴിക്ക് നമുക്ക് ആ ഒരു റേഞ്ച് ടെസ്റ്റ് ചെക്ക് ചെയ്യാം, അതുപോലെ ആക്സലേഷൻ ചെക്ക് ചെയ്യാം. എൻ്റെ ഫാദർ അപ്പ മറ്റേ KCBയുടെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അപ്പ അന്ന് ബോർഡിൽ കുറേ പണ്ട് കാലത്ത് ആ ഒരു ടിയാഗോ EV അല്ലെങ്കിൽ ഇവിടെ കുറേ ചാർജറും ഒക്കെ വെച്ചപ്പോൾ ആ ഒരു സമയത്ത് ബോർഡിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പായിക്ക് ഒരു പുതിയൊരു EV എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അപ്പ ഒന്ന് ഓടിച്ചു നോക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ നാട്ടെ പഞ്ചീവി കൊണ്ടുവന്ന് ഇപ്പോൾ ഫാദർ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് കഴിയുമ്പോഴത്തേ അകലെ ആ ഒരു പോർഷനൊക്കെ ആഡ് ചെയ്ത് തരും. അപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഞാൻ ഓടിച്ചതിൽ എന്നെ വളരെയധികം രീതിയിൽ ഷോക്ക് ചെയ്തൊരു വണ്ടിയാണ് പഞ്ചീവി. എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് കാലത്ത് ഈ ഒരു EV അഡാപ്റ്റേഷനിൽ ഫേസ് ചെയ്തിരുന്ന 3 മേജർ പ്രോബ്ലംസ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റേഞ്ച് കുറവായിരിക്കും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടത്തില്ല. അതായത് ബാറ്ററി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പീസ് ആയതുകൊണ്ട് എങ്ങാനും അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ ഒരു 50-60% ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ടൈം. ഇപ്പം നമ്മൾ ഇന്നിവിടെ ഈ ചാർജിങ് സ്റ്റേഷനിൽ വന്ന് പകലൊന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ വന്ന സമയത്ത് അവിടെ ഇവിടെ 3 വണ്ടി കിടപ്പുണ്ടായിരുന്നത്. ഈ പഞ്ചീവി വെയിറ്റിംഗ് ആയിരുന്നു. അതായത് പാലായിലാണ്. നിങ്ങൾ ആലോചിക്കണം, പാലായിൽ ഈ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു നട്ടുച്ചയ്ക്ക് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇപ്പോൾ ചില വണ്ടികളൊക്കെ ചിലപ്പോൾ മേ ബി 3-4 മണിക്കൂറൊക്കെ ചാർജിങ് ടൈം എടുക്കുന്ന വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഈ കിടക്കുന്ന പുതിയ പഞ്ചീവി ലോഞ്ച് ചെയ്തേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ പുതിയ റേഞ്ച് 350 കിലോമീറ്ററിന് മുകളിൽ അഷ്വേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ കൊച്ചി തൊട്ട് ഇവിടം വരെ വന്നപ്പോൾ ഏകദേശം 70-80 കിലോമീറ്റർ ഓടിയപ്പം എനിക്ക് തോന്നുന്നു ഒരു 18-17% ചാർജ് കുറഞ്ഞുള്ളൂ. അത് ഞാൻ മയത്തിലൊന്നും അല്ല ഓടിച്ചു. ഞാൻ ആക്സലേഷൻ ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് അഗ്രസീവായിട്ട് ഓവർടേക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ആവറേജ് നോക്കിയപ്പം എനിക്ക് ആ ഒരു സെഗ്മെൻറ്റ് റേഞ്ച് കിട്ടി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എന്നെ വിശ്വസിച്ച്, ഇപ്പം ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നെ വിശ്വസിച്ച് ഇവൻ്റെ റേഞ്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒന്ന് ആ ഒരു സെഗ്മെൻറ്റിലുള്ള അത്രമാത്രം റേഞ്ച് ഇവൻ തരുന്നുണ്ട്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാറണ്ടിയാണ് ഇവർ വരുന്നത്. അതായത് പുതിയ പ്രിസ്മാറ്റിക് സെൽസാണ് ടാറ്റ നമ്മുടെ പഞ്ചീവിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ചേഞ്ച് വന്നു. 2 ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് 25-35 കിലോ വാട്ട് ആയിരുന്നല്ലോ പഞ്ചിന് കൊടുത്തിരുന്നത്. ഇപ്പോൾ 30 കിലോ വാട്ടും 40 കിലോ വാട്ട് ബാറ്ററി പാക്കും വരുന്നുണ്ട്. 40 കിലോ വാട്ടിനാണ് അവർ ലൈഫ് ടൈം വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയൊരു പ്രിസ്മാറ്റിക് സെൽസിന് ഏകദേശം 10% എനർജി ഡെൻസിറ്റി കൂടിയിട്ടുണ്ട്. 10% ഒരു ഓപ്പറേറ്റിംഗ് ബാൻഡ്. അതുകൊണ്ടാണ് ആ തീക്കകത്തുകൂടെ ഇവർ ഓടിച്ച് കാണിച്ചത്. അതിൻ്റെ കുറച്ച് ഷോർട്ട്സ് ഇപ്പോൾ അതിൽ ഇവിടെ ആഡ് ചെയ്ത് തരും. പിന്നെ ഏകദേശം 15% എനർജി കപ്പാസിറ്റി കൂടി. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഒന്നും കൂടാതെ തന്നെ വണ്ടിക്ക് ഈ ഒരു പുതിയ 40 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഇവർക്ക് വെക്കാൻ പറ്റി. ഏകദേശം 1360-80 കിലോ മാത്രമേ ഇവന് വെയിറ്റ് വരുന്നുള്ളൂ. വലിയ ചേഞ്ചസ് ഒന്നും വെയിറ്റിൻ്റെ അകത്ത് വന്നിട്ടില്ല. നാലാമതുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അത് 25% ചാർജിങ് ടൈം കൂടി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പല വണ്ടികൾക്ക് 3-4 മണിക്കൂർ ചാർജിങ് ടൈം എടുക്കുന്നുള്ളത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിട്ട് ഇപ്പം നമ്മൾ താണ്ടി EV പോയിന്റിലാണ് നിൽക്കുന്നത് പാലായിലുള്ള. ഇവിടെ ഏകദേശം 60 കിലോ വാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് ആ കൊടുത്തിരിക്കുന്നത്. ഈ ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 20% തൊട്ട് 80% വരെ നിങ്ങളെ സംബന്ധിച്ചിട്ട് വെറും 26 മിനിറ്റും കൊണ്ട് ചാർജ് കയറും. 26 മിനിറ്റും കൊണ്ട് ഏകദേശം ഒരു 80% ബാറ്ററി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ 135 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ വെറും 15 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഈ പഞ്ചീവി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആൾക്കാർ EV അഡാപ്റ്റേഷനിലേക്ക് കയറാൻ ഫേസ് ചെയ്തിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതിനുള്ളൊരു സൊല്യൂഷനാണ് ടാറ്റ ഇപ്പോൾ ശരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ നെക്സോൺ EV യൂസ് ചെയ്യുന്ന ആളുടെ അടുത്ത് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു, എങ്ങനെയുണ്ട് വണ്ടി, പലരും സർവീസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നുള്ള. പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എത്രയെന്നറിയാം, 86,000 കിലോമീറ്റർ ഓടി പുള്ളിയുടെ ആ വണ്ടി. ഒരു പ്രശ്നവുമില്ല, അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, പുതിയ വന്നിരിക്കുന്ന ടാറ്റയുടെ വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ എസ്പെഷ്യലി ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദീസ് സെഗ്മെന്റ്സ് ഓഫ് EVs. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചേഞ്ചസ് വന്നേക്കുന്നത് നിങ്ങളിപ്പോൾ നോക്കിയാൽ കണ്ടാൽ അറിയാം. അതായത് ഫ്രണ്ടിലത്തെ ഡിസൈൻ്റെ അകത്ത് ബമ്പറിൻ്റെ അകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മീശക്കാരനെ പോലെ പോകുന്നൊരു രീതിയിലായിരുന്നു. ഇവിടെ ഒരു കണക്റ്റഡ് DRLs കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തു.
ഇവിടെയാണ് ഓഫ് കോഴ്സ് അതിൻ്റെ ചാർജിങ് യൂണിറ്റ് വരുന്നത്. സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും 16 ഇഞ്ചിൻ്റെ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അലോയ് വീൽസ് ആണ്. 2 താഴത്തെ വേരിയൻസ് വരുമ്പോൾ സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ 15 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്മാർട്ട് 40 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫാദർ ഓടിച്ചെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ എടുക്കാൻ പോകുന്ന സ്മാർട്ട് 40 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിനിപ്പോൾ 10.89 lakhs മാത്രമേ ഉള്ളൂ എക്സ്ഷോറും. 12 ലക്ഷം രൂപ താഴെ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഒന്നും പറയാനില്ല, അതും ഫീച്ചർ റിച്ച് മോഡലാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും പുതിയ കളറിലുള്ളൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. സത്യം പറയട്ടെ, എനിക്ക് ഈ കളർ ക്ലാഡിങ്ങിനോട് ഞാൻ അത്ര ഫാനല്ല. ഞാനിത് എടുത്താലും ഞാൻ ചിലപ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്യുമായിരിക്കും. ഇതൊരു വേറൊരു കളർ തീമാണ് അവർ ആ ഒരു ഇതിന് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ടാറ്റ.tv എന്ന് പറഞ്ഞ ഒരു നെയിമിങ് കൊടുത്തിട്ടുണ്ട്. ഡോസ് ആണെങ്കിലും നല്ല വൈഡ് ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഡോസാണ്. നോർമൽ ഫ്ലഷ് ഡോർ ഒന്നുമല്ല, നോർമൽ ഒരു ഡോർ ഹാൻഡിൽസ് അവിടെ വരുന്നുണ്ട്. ഇവിടെ താണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലാണ്. പണ്ട് നമ്മൾ ബഞ്ചിൻ്റെ അകത്ത് കണ്ട പോലെ തന്നെ. ഈ ഡോസ് നിങ്ങളൊന്ന് നോക്കിയേ, സാധാരണ ഒരു വണ്ടി ഇത്രയല്ലേ ഓപ്പൺ ആവത്തുള്ളൂ. 90 ഡിഗ്രി. അഖിലിങ്ങ് ഒന്നൊന്ന് കാണിച്ചു കൊടുത്തടാ, നീ ഇങ്ങൊന്നൊന്ന് കാണിച്ചു കൊടുത്തേ. നോക്കി കറക്റ്റ് 90 ഡിഗ്രിയാണ് അവൻ്റെ ഒരു ഓപ്പണിങ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ലേ. ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ ചേഞ്ച് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു എക്സാമ്പിൾ കാണിക്കാൻ അങ്ങോട്ട് കാണിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ആ കിടക്കുന്ന പഞ്ചീവി, ഈ കിടക്കുന്ന പഞ്ചീവി നിങ്ങൾ കണ്ടോ. ഇതാണ് അതിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്ന ഒരു 3 കളർ ഷെയ്ഡാണ്. ഇതൊരു ബ്ലൂവിൽ ഒരു ഗൺമെറ്റൽ ഗ്രേയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫിനിഷിംഗ് കണ്ടോ, മുകളിൽ ഗൺമെറ്റൽ ഗ്രേയും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലൂ കളറും കൊടുത്തിട്ട് നല്ല രസമായിട്ടാണ് ആ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളറും പിന്നെ മറ്റേ ആ ഒരു ബമ്പർ ഒരു അതിന് പറയുന്ന പേരാണ് ഒരു മെറ്റാലിക് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറും അവിടെ വരുന്നുണ്ട്. ഇതാണ് ബാക്കിലത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ട നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ റൈനോസർ കൂട്ടാണ്. എനിക്കൊന്ന് പഞ്ചിനല്ല റൈനോസറാന്ന് തോന്നുന്നു. മറ്റേ ഇവന് വേറെ ആനയോ എങ്ങാണ്ടാന്ന് തോന്നുന്നു നമ്മുടെ നെക്സോൺ വരുമ്പോഴത്തേക്ക്. ഇതാണ് അവൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം പ്രാക്ടിക്കലായിട്ട് ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല, എന്നാൽ ഈ വിലയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പ്രാക്ടിക്കാലിറ്റി കൊടുക്കുന്നുണ്ട്. എത്രയാണെന്നുള്ള അഖിൽ കണ്ടിപ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കും. കണ്ട് ഇത് സസ്പെൻഷൻ്റെ ബുഷാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അല്ലേ, അതെ, ആ ഒരു സസ്പെൻഷൻ്റെ അറ്റമാണ് ഇവിടെ കയറി വരുന്നത്. പിന്നെ ഇതിന് പറയാതിരിക്കാൻ മേല, ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. നമ്മളതിപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു. ഇപ്പോൾ ഞാനിത് എങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഞാനിത് ഇത്രയും നേരം ഡ്രൈവ് ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് മനസ്സിലാവും. ഇവിടെ നിന്നാണ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ടാറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് സീറ്റിൻ്റെ സ്പേഷ്യസ്നെസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് പോകുന്നുണ്ട്. മുകളിലൊരു ഷാർക്ക് ഫിറ്റ് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ താണ്ട് ഒരു റൂഫ് ലൈൻസ് ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് അതിൻ്റെ റൂഫ് ലൈൻസും വരുന്നത്. അപ്പോൾ താണ്ട് നമ്മുടെ ബാക്ക് സീറ്റിലേക്ക് കയറാനാണെങ്കിലും ഡോർ താണ്ട് 90 ഡിഗ്രിയോളം ഓപ്പൺ ആവുന്നുണ്ട്. താണ്ട് ഇങ്ങനെ വന്ന് നമുക്ക് കയറാം. അത് വളരെയധികം കൺവീനിയൻസ് ആയിട്ടുണ്ട്. ഏകദേശം 195 mm താണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമ്മുടെ ഡോസ് ആണെങ്കിലും ആ ഒരു പുതിയൊരു കളർ തീമിലുള്ള ഒരു ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. പുതിയ വിൻഡോ സ്വിച്ചസ് ആണ് കേട്ടോ. അത് നല്ല രസമാണ്. നമ്മൾ ഇതാണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യും. ഇവിടെ ദാണ്ട് 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. മുകളിൽ വരുമ്പോഴത്തേക്ക് 65 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ ദാണ്ട് ഇത് ഞാൻ സീറ്റ്സ് അത്യാവശ്യം അകലെ ഫ്രണ്ടിൽ കൊണ്ട് കാണിച്ചു കൊടുത്തരാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കയറ്റിയിട്ടാണ്. അനലിനൊക്കെ ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ അതാണ്. ഇത് ഒരു ഡ്യുവൽ കളർ തീമിലാണ് സീറ്റ്സ് പോയിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ്. നമ്മൾ ബാക്ക് സീറ്റിലിരിക്കുമ്പം നമുക്ക് ഭയങ്കരധികം കംഫർട്ടബിൾ തോന്നും. പിന്നെ ഞാൻ കയറി ഇരുന്നതിൽ എനിക്ക് ഇത്രയും തൈ സപ്പോർട്ട് തരുന്ന വേറെ വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നമുക്ക് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ബാക്കിൽ തരുന്നുണ്ട്. പിന്നെ പുറമേ കാണുമ്പോൾ വണ്ടി കുറച്ച് കുഞ്ഞാണെങ്കിലും നമുക്ക് അകത്ത് കയറുമ്പോഴത്തേക്ക് അവർ മാക്സിമം ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ ബാക്ക് സീറ്റിൽ മാക്സിമം ഒരു 5 പേർക്ക്, നമ്മൾ പണ്ടത്തെ വലിയ വണ്ടികളിലൊക്കെ പോകുന്ന 6 പേർക്കൊന്നും കയറാൻ പറ്റത്തില്ല. നമുക്കൊരു 5 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ്. ഇത് 2 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബാക്ക് സ്പേസ് ആണ് ടാറ്റ ഇത്തവണ കൊടുത്തിരിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ചാർജിങ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരാൾ വണ്ടി എടുക്കാനിരിക്കും. അപ്പോൾ ഞാനൊന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ട് വരാം. ഇനി ഇവൻ്റെ കോ പാസഞ്ചർ സൈഡ് ആണെന്നുണ്ടെങ്കിലും തൻ്റെ ഡോസ് കണ്ട് 90 ഡിഗ്രിയോളം താണ്ട് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. സീറ്റ്സ് വന്നിരിക്കുന്നത് തൻ്റെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ താണ്ട് ഇവിടെ വരുന്നുണ്ട്. മാനുവലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ബാക്കിൽ AC വെൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പുതിയൊരു എയർ കണ്ടീഷൻ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി കൂളിങ്ങും നമ്മുടെ അകത്തെ എയർ റെഫ്രിജറേഷനും കൂടെ ഒരൊറ്റ സിസ്റ്റമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 1% മുകളിൽ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ പണ്ട് AC വെൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് ഈ ഒരു ഫ്രണ്ട് AC വെൻസ് മൊത്തത്തിൽ വണ്ടിയുടെ ഒരു കൂളിംഗ് എന്നാണ് ഇന്ന് ടാറ്റയുടെ പ്രോഡക്റ്റ് എഞ്ചിനീയേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവരോട് അടുത്തൊരു കംപ്ലയിൻറ്റ് പോലെ പറഞ്ഞ സമയത്ത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ ഇവൻ്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. 1-2 അല്ല, ഏകദേശം 2 ലക്ഷം രൂപ എടുത്ത് ഇവന് പ്രൈസ് കുറച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 9.5 lakh സംതിങ് 10.89 നമുക്ക് സ്മാർട്ട് 40 കിട്ടും. അതാണ് ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ മോഡൽ.
പിന്നെ 12.89 ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. 2 ലക്ഷം രൂപയോളം പഴയലും കുറച്ചു. ഇനി നമുക്ക് ഇവൻ്റെ എഞ്ചിൻ ബേ അല്ല, ഈ ഒരു മോട്ടോർ ബേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഹുഡ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതാണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഹുഡാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 6-in-1 യൂണിറ്റ് ആണ്. അതായത് മോട്ടർ, കൺട്രോളർ, ബാറ്ററി ചാർജർ എല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഈ പ്രൈസ് കുറയ്ക്കാൻ പറ്റുന്നത്. അതായത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുണ്ട് ഇവനിപ്പോൾ സമയം. എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആസ് ആൻ എൻ കൺസ്യൂമറെ സംബന്ധിച്ചിട്ട് ഇത് കുറച്ചുകൂടെ റിലയബിലിറ്റിയും, അതായത് സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് ഇവർ ആ ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. പിന്നെ ഞാൻ ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ള ഈ പാലായുടെ ഈ ഒരു ചാർജിങ്ങിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് 135 കിലോമീറ്റർ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 20 തൊട്ട് 80% വരെ ഒരു 26 മിനിറ്റ് കൊണ്ടും ചാർജ് ആകും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ആ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന 3 പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ആക്സലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. 0 to 100 9 സെക്കൻഡിൽ താഴെ എന്നുള്ള മാത്രമല്ല, നമ്മൾ ക്വിക്ക് ടോർക്ക് എന്ന് പറയുന്ന ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് ഷോർട്ട്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള റേഞ്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അനലിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് അവളുടെ സ്റ്റൈലിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താണെങ്കിലും എറണാകുളത്തേക്ക് തിരിച്ചു പോകാം. ബാ. അപ്പോൾ നമ്മൾ ഇതാണ്ട് ജസ്റ്റ് വണ്ടിക്കകത്ത് കയറി ഒന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഈ മീഡിയ ലോഞ്ച് കൊച്ചി മാരിറ്റിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പാലാ വരെ നമ്മൾ ഡ്രൈവ് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിൽ കിട്ടി. ഞാൻ ആക്സലേഷൻ ടെസ്റ്റ് ചെയ്തു, ബ്രേക്ക് ടെസ്റ്റ് ചെയ്തു. ഏകദേശം 22% കൊണ്ട് ഞാൻ താണ്ട് എറണാകുളം തൊട്ട് പാല നമ്മുടെ വീടിൻ്റെ ഇപ്പുറം വരെ എത്തി. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഏകദേശം ഒരു 345-350 കിലോമീറ്ററോളം റേഞ്ച് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ, നിങ്ങൾ ഓർക്കണം എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ കിട്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴി അനലിൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ റേഞ്ച് എന്താണെങ്കിലും അഷ്യൂർഡ് ആയിട്ട് കിട്ടും. കാരണം അവൾ കുറച്ചുകൂടെ എക്കോ ഇട്ട് നോർമലായിട്ടാണ് ഡ്രൈവ്. ഞാൻ എക്കോ മോഡിൽ തന്നെ ഇങ്ങോട്ട് വന്നു കേട്ടോ. സിറ്റിയോ സ്പോർട്സോ അല്ല. സ്പോർട്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവൻ്റെ ഒരു അഗ്രഷൻ മാറുന്നു നോക്കണേ. ഞാൻ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ ഹെഡ് ഗിയർ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു POV ഷോട്ട്സും കൂടെ ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. അത് ശരിക്കും ഒന്നും പറയാനില്ല, ഭയങ്കര രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ 2 ബാറ്ററി പാക്ക് ഉണ്ട്. 30 കിലോവാട്ടും ഉണ്ട്, 40 കിലോവാട്ടും ഉണ്ട്. 40 കിലോവാട്ടിനാണ് ലൈഫ് ടൈം വാറൻറ്റി തരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാസ് എന്ന് പറഞ്ഞൊരു മോഡൽ, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞ മോഡൽ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 പോയിൻറ്റ് സംതിങ് നമ്മൾ കൊടുക്കണം. 2.6 റുപ്പീസ് 1 കിലോമീറ്ററോടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിനകത്ത് ബേസിക് അവരെല്ലാം പറയുമെന്ന് അറിയത്തില്ല കിലോമീറ്റർ എത്രയാണെന്നുള്ള ഒന്നും കൂടെ ഒന്ന് സംസാരിക്കണം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് നമ്മൾ മേടിക്കേണ്ട, നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല. എല്ലാം വാറൻറ്റി ഉൾപ്പെടെ എല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളതിനെ റെൻ്റ് എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതും കിലോമീറ്റർ കുറവാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ്. പുതിയ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള AC. അത് വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കുറച്ചുകൂടെ കൂളിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. വളരെ ലൈറ്റ് ഒരു സ്റ്റിയറിംഗ്. നമ്മൾ സ്പീഡിലേക്ക് ഇടുമ്പോഴും ഒരു ലൈറ്റ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഡ്രൈവ് ചെയ്തപ്പം പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കേസ് പറയുന്നത്. സസ്പെൻഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ദൂരം വന്നാൽ പോലും നമ്മളതൊട്ടും മടുക്കുകയോ അങ്ങനെ ക്ഷീണമാവോ ഒന്നുമില്ല. അത്യാവശ്യം എല്ലാ കുലുക്കമുള്ള വഴികളും ഒക്കെ പ്രോപ്പറായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവായിട്ട് പോകുന്ന സമയത്ത് സ്പോർട്സ് മോഡ് എന്ന് പറയുന്നത് ഭയങ്കര അധികം അഗ്രസീവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെഡ് മൗണ്ട് ഒന്ന് മൗണ്ട് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഹെഡ് മൗണ്ട് മൗണ്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് 3 മോഡാണുള്ളത്. ഇപ്പോൾ നോർമലി നമ്മൾ പോകുന്ന എക്കോ ആയിരുന്നു. നമ്മൾ ഇത്ര നേരം എക്കോയിലായിരുന്നു. അതിൽ നിന്ന് ഞാൻ മാറ്റി താണ്ട് ഇപ്പോൾ സിറ്റി മോഡിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ താണ്ട സ്പോർട്സ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. സ്പോർട്സ് മോഡിലിടുമ്പം സ്പോർട്സ് മോഡിലിട്ട് ഒന്ന് പുള്ളി ചെയ്താൽ ഇതുണ്ടോ, ആ വണ്ടിയുടെ ആ ഒരു അഗ്രഷൻ അല്ലെ, വണ്ടിയുടെ ആ ഒരു രീതി ചേഞ്ച് ആയത് നിങ്ങളൊന്ന് നോക്കിയാൽ. ബ്രേക്കിംഗ് ആണെങ്കിലും എന്താണ്ട് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. ഹസാർഡ് വന്നത് നമ്മളൊരു സ്ട്രോങ് ബ്രേക്കിംഗ് കൊടുത്തുകൊണ്ടാണ് അവിടെ ഒരു ഹസാർഡ് ലാമ്പ് അവിടെ തെളിഞ്ഞത്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ വണ്ടി ഇല്ലാത്തൊരു സിനാരിയിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓട്ടേക്ക് ഇത് കാണിച്ചു തരാം. അത് വളവാണ്, ബ്ലൈൻഡ് സ്പോട്ടാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ദാണ്ട് ഇവിടെ റീജൻ 3 ലെവലിൽ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അത് പാഡൽസിലാണ് കൊടുത്തേക്കുന്നത്. പാഡൽസിൽ കൊടുത്തുകൊണ്ടുള്ളൊരു ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ്, നമുക്ക് സ്പീഡിൽ പോകുന്ന സമയങ്ങളിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു എഞ്ചിൻ ബ്രേക്കിംഗ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. സ്പോർട്സ് മോഡിൻ്റെ ഫുള്ള് ഇതിപ്പോൾ ഒരു കയറ്റമാണ്. ഫ്രണ്ടിൽ വണ്ടിയൊന്നുമില്ല, കണ്ട എന്ത് അഗ്രസീവായിട്ടാണ് ഇവൻ കയറുന്നത് നോക്കി. കയറ്റമൊക്കെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളി ടോർക്കാണ്. 0 to 100 ഏതാണ്ട് ലെസ് ദാൻ 9 സെക്കൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്ട് വളരെ നല്ല രീതിയിൽ വണ്ടി സ്പീഡും ഒക്കെ കയറുന്നുണ്ട്. ഇത് കണ്ടോ, വാവ്. അത് ശരിക്കും നമുക്ക് ആ ഇതുണ്ടോ, ഹൈ ടോർക്ക് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ടാറ്റയ്ക്ക് പണി കിട്ടാൻ പോകുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഇൻസെയിൻ ടോർക്ക് സ്പോർട്സ് മോഡിൽ ഇടുമ്പോഴത്തേക്കും വണ്ടി താണ്ടെ ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ ശരിക്കും ഇവരൊന്ന് ഡീറ്റ്യൂൺ ചെയ്ത് അല്ലെങ്കിൽ ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഇത്
ശരിക്കും ഇത് എന്താണ് മീഡിയ വെഹിക്കിൾ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇത് 0 to 100 9 seconds ആണെന്ന് പറഞ്ഞാലും നമുക്കൊരു 6 secondsലേക്കുള്ളൊരു വണ്ടി. 0 to 60 ഒക്കെ ഇത് ഭയങ്കര, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പെടലങ്ങ് തൊടുമ്പോഴത്തേക്കും വണ്ടി അങ്ങ് അഗ്രസീവ് ആവുക. അപ്പോൾ അത്രയും അഗ്രഷനും അത്രയും പവറും നമ്മുടെ നാട്ടുകാർ, ട്രാക്ഷനൊക്കെ ഉണ്ടില്ലെന്നല്ല, പക്ഷേ നമ്മളെ നാട്ടുകാർക്ക് അത്രയും ഒരു പവർ റോനസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇത് കുറേ അധികം സെയിൽസ് വരാൻ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡീറ്റ്യൂൺ ചെയ്യാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ശരിക്കും ഇത് BMW ഒക്കെ സ്പോർട്സ് പ്ലസ് എന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലാണ് എനിക്കിത് കിട്ടുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് ഡീറ്റ്യൂൺ ചെയ്യേണ്ട ഒരു സജഷനാണ്. പിന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസി അത്യാവശ്യം വരുന്നുണ്ട്. നമുക്ക് സർവീസ് ഫാക്ടേഴ്സ് ഞാനിപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരാളോട് സംസാരിക്കുന്നത്, അപ്പോൾ പുള്ളിയും പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടെന്നുള്ളതാണ്. എസ്പെഷ്യലി EV യൂസ് ചെയ്യുന്നത്, അതിന് പിന്നെ വലിയ കാര്യമായിട്ട് സർവീസിനൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ്. പിന്നെ എതിരെ വരുന്ന ആൾക്കാർക്ക് കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ലോ ബീം, നമ്മൾ ഹൈ ബീമിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്കൊരു ഹൈ ബീം അലേർട്ട് അവർ തരും 1 മിനിറ്റായിട്ട്. എതിരെ വണ്ടികൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ദാറ്റ് ഡിസേർവ്സ് എ തംസ് അപ്പ്. ആൻഡ് ഓൾസോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പപ്പടത്തിനും ഇവൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പാണ്. സൺറൂഫ് വരുന്നുണ്ട്, വയർലെസ് ചാർജർ വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര അധികം ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ട് കുറച്ചൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. ഇത് പഴയ ടിയാഗോ EV നമ്മൾ യൂസ് ചെയ്യുന്ന ടിയാഗോ EV ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ റെസ്പോൺസീവ് ആയിട്ടുണ്ട്. റീജിയൻ ആണെങ്കിലും എന്താണ് നമ്മൾ 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റീജിയനാണ് അതിന് വരുന്നത്. നമ്മൾ സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ വണ്ടി സ്പോർട്സ് മോഡ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ ഡ്രൈവിന് വേണ്ടി മാത്രം പറയുന്നതല്ല, ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ തീമാണ് വരുന്നത്, വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടല്ലേ? കൊള്ളാം. ബാക്ക് എങ്ങനെയുണ്ട്? ആണോ? ടിയാഗോനേക്കാളും ഇഷ്ടപ്പെട്ടോ? പക്ഷേ ടിയാഗോയുടെ പ്രൈസിന് ഇപ്പോൾ ഫുൾ ഓപ്ഷൻ്റെ പ്രൈസിന് ഇപ്പോൾ ഇവനെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ദൈവം, നമുക്ക് എന്നാലും അപ്പനെ പുഷ് ചെയ്ത് ഇതൊരെണ്ണം എടുത്തിടാം. പിന്നെ ഇത്രയും കാലം ഈ ഒരു EV സെഗ്മെൻറ്റിൻ്റെ അകത്ത് 12 ലക്ഷത്തിന് അണ്ടറിൽ പെനിട്രേഷൻ വളരെയധികം കുറവായിരുന്നു. അതായത് ഒരു കൊല്ലം ഏകദേശം 30 ലക്ഷത്തോളം വണ്ടികൾ സെല്ലാവുന്നുണ്ട്. അതിൻ്റെ അകത്ത് വെറും 1.6% മാത്രമേ EV ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 12 ലക്ഷത്തിന് മുകളിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10%, 16 ലക്ഷം വണ്ടികൾ വിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് 10%-ഓളം നമ്മുടെ EVs, ഇലക്ട്രിക്കൽ വെഹിക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് EV എടുക്കുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതായത് റേഞ്ച് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആയിരുന്നു. അതിനുള്ളൊരു സൊല്യൂഷൻ 468 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അഷ്വേർഡ് ആയിട്ട് ഒരു 350+ നിങ്ങൾക്ക് കിട്ടും. ഒരു സംശയമില്ല, 350+ കിട്ടും. പിന്നെ തലയും കുത്തി ഇപ്പോൾ ഇതുപോലെ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഫുൾ ടൈം ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 250 മുകളിൽ കിട്ടും. അത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജർ വന്നു, അതുകൊണ്ട് അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ലൈഫ് ടൈം വാറണ്ടി. പിന്നെ പ്രൈസ് കുറച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ബാസ് മൊത്തത്തിലുള്ള പ്രൈസ് കുറച്ചു. ഹൈ ബീം, ലോ ഓട്ടോമാറ്റിക് ലൈറ്റ്സ് ആണ് വരുന്നത്. വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് ആണോ? അതെ, വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് ആണ്. നമ്മുടെ മറ്റേ നോർമൽ ഹെഡ്ലൈറ്റ്സ് ഓട്ടോമാറ്റിക് ആണ്. JBLൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ശരിക്കും ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു ഫസ്റ്റ് കാർ അതായത് ഫസ്റ്റ് EV എന്നുള്ളതല്ല, ഒരു ഫസ്റ്റ് കാറായിട്ട് ധൈര്യമായിട്ട് പഞ്ചീവി എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് ഇത്രയും നല്ലൊരു വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എടുക്കണം എന്ന അപ്പായോട് ഇങ്ങനെ ഇത്രയും കോൺഫിഡൻ്റ്ലി പറയുന്നത്. ടിയാഗോ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതിലും കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് ഇവനെ ഈ പഞ്ചീവി വന്നപ്പോഴാണ്. അപ്പോൾ അത് ആ ഒരു യൂസ് കേസ് വരുന്നതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫാദർ ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഒരു പോയിൻ്റ് ഓഫ് വ്യൂ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കെ. മറ്റേ ടിയാഗോ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ നമുക്ക് റേഞ്ച് നിൽക്കുന്ന നല്ല റേഞ്ച് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഭയങ്കര അഗ്രസീവ് പവർ. അതിപ്പം നോക്കണ്ട, നമുക്ക് ഞാൻ സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ മനസ്സിലാവും. ഭയങ്കര സ്മൂത്ത് അല്ലേ. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പപ്പായ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റേ സ്മാർട്ട് 40 എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതിന് 10,89,000 എങ്ങാണ്ടാണ് എക്സ്ഷോറൂം വരുന്നത്. അതെടുത്താൽ നമുക്ക് 12 രൂപ എടുത്ത് ഓൺ റോഡിൽ കിട്ടും. അതിന് ഈ പറയുന്ന റേഞ്ച് ഉണ്ട്, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. 16 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്, ഈ സിസ്റ്റം വരുന്നുണ്ട്. മറ്റേ ഡിസ്പ്ലേ ഒന്നും ഇത്രയും കാണത്തില്ല, പക്ഷേ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി മോഡൽ അതാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. നമുക്കൊരു ഓട്ടമാണല്ലോ പ്രയോറിറ്റി. മറ്റേ BM ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊരു വർക്ക് കോഴ്സായിട്ട് സാലറി കിടന്നോടുന്ന പോലെ ഓടാൻ കറക്റ്റ് സാധനം. ഈ വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ എടുത്ത് കളയും. പക്ഷേ ഇത് ഏറ്റവും ടോപ്പിൽ വേരിയൻ്റ് ആണ്. ഇതിനും പക്ഷേ ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. ഈ മോഡലിന് വേണ്ട 12,89,000 രൂപയുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ്, ഈ കൈ കാലിന് കൊടുത്തേ, കൊടുത്തോ, ഫുള്ള് കൊടു. ഈ വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന്, അതായത് വിട്ടിട്ട് എടുക്കരുത്, വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് പെടലെടുത്തിട്ട് ഫുള്ള് റിലീസ് ചെയ്ത് ഇനി ഒറ്റ പ്രസ് കൊടുത്തേ.
0 to 100 ഏതാണ്ട് 9 സെക്കൻഡ് കൊണ്ട് എത്തും. പക്ഷേ 0 to 100 മാത്രമല്ല അത്ര ഇങ്ങോട്ട് അറിയുന്നില്ല. ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫുള്ള് തൊട്ടെ, ഇൻസ്റ്റന്റ് ടോർക്ക് അറിയാം പൈക്ക് തൊട്ടെ, ഫുള്ള് പെടൽ കൊടുത്ത്. ഉണ്ടോ? ഇത് ഭയങ്കര അഗ്രസീവ് സ്പോർട്സ് മോഡ്. നമുക്ക് അറിയാൻ മേലാത്ത എടുത്ത ഇട്ടു. അത് അറിയാൻ മേലാത്ത കൊടുത്താൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും, അത്ര അഗ്രസീവ് പവറാ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ എറണാകുളത്ത് വന്നിട്ട് എനിക്ക് 20% താഴെ തീർന്നുള്ളൂ. അതായത് 350 ഇവർ ക്ലെയിം ചെയ്യുന്ന C70, അതായത് ഒരാൾക്ക് കിട്ടാനുള്ള നോർമൽ യൂസ് കേസിനായിട്ട് കിട്ടുന്നത്. ARI പറയുന്നുണ്ട് 468 ഉണ്ട്. പക്ഷെ 350 ഇവർ പറയുന്നത്. അതായത് ഇവര് ARI 468 കിലോമീറ്റർ പറയുന്നുണ്ട്. അതാണ് ചുമ്മാ കമ്പനികൾ ക്ലെയിം ചെയ്യുന്നത്. പലരും ഈ ARI വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ ടാറ്റ ഇത്രയും EVs ഇറങ്ങിയതുകൊണ്ട് അവർ C75 ആക്ച്വൽ അത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇത്രയും നേരം ഓടിച്ചതിൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ആ റേഞ്ച്, ഞാനിപ്പോൾ അനലിൻ ഡ്രൈവ് ചെയ്തൊരു റീൽ ഷൂട്ട് ചെയ്ത് റേഞ്ച് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അവൾ കുറച്ച് നേരം ഓടിച്ചിട്ട് അവൾ മടുത്തെന്ന് പറഞ്ഞ് മാറിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്തു നമ്മുടെ ഒരു നോർമൽ സ്റ്റൈൽ. ഏകദേശം ഒരു 42-43 കിലോമീറ്റർ ഓടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അകലെ ആ സ്ക്രീനിൽ ഇപ്പോൾ അത് കാണിച്ചു തരും. അതായത് നമുക്ക് ഏകദേശം 10% 42-43 കിലോമീറ്റർ ഓടി. അതായത് 430 കിലോമീറ്റർ റേഞ്ച്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാനതിന് പ്രൂഫായിട്ട് അത് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത്രയും റേഞ്ചാണ് ഈ പഞ്ച് തന്നേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അതൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് നോർമൽ ഒരു എക്കോയിലിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തു, അവിടെ നിന്ന് ഇവിടം വരെ നോർമലായി ട്രാഫിക്കിൽ വന്നു. എന്നാൽ നമ്മൾ അടിച്ച് പിടിച്ച് പോയാൽ പോലും നമുക്കൊരു 300+ കിട്ടും എന്നുള്ള ഉറപ്പാണ്. ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള ചാർജിങ് ടൈം ഉണ്ട്. പ്രൈസ് 1.5 ലക്ഷം രൂപ കുറച്ചു. കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച്. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എടുത്തോ. സോ ഞാൻ ഒന്നും കൂടെ ബൈ പറയുകയാണ്. ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ്, സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.